അങ്ങനെ ഞാനും കണ്ടു. വാഴ 2 കുറേ കഴിഞ്ഞിട്ടാണ് കണ്ട്. ഐ നോ ഇത് റിവ്യൂ അല്ല, ഇപ്പോൾ ഞാനിപ്പോൾ വാവ് സിനിമയാണോ അല്ലെങ്കിൽ സിനിമയാണോ എന്ന് പറഞ്ഞു, നോ നത്തിങ് ലൈക്ക് ദാറ്റ് കാരണം അതിൻ്റെ ആവശ്യമില്ല വാഴ 2ന്. കാരണം വാഴ 2 കാണാൻ പോണ എല്ലാവർക്കും യു വിൽ റിലേറ്റ് ടു ഇറ്റ്. നമ്മളൊക്കെ റിലേറ്റ് ചെയ്യും. എൻ്റെ കോളേജ് പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ള ആ ഗ്രൗണ്ടിലുള്ള അടിയുണ്ടല്ലോ, എത്ര കാലം കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ കണ്ടറിയോ? വെറും ഒരു ഡാ എന്നുള്ളൊരു വിളിയേക്കും ഒരു അറ്റത്തുനിന്ന് കേൾക്കുക. പിന്നെ നമ്മൾ കാണുക ആകെ പൊടി പറക്കണു, ആരേനൊക്കെ നിലത്തിടണു, അടിക്കണു, തട്ടണു. കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ, കോളേജിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇവരെന്നെ നിന്ന് സംസാരിക്കുന്നുണ്ടാവും, ഇവരെന്നെ നിന്ന് ചായ കുടിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സംശയം എന്താ വെച്ചാൽ എന്തായിരിക്കും കാരണം ഉണ്ടാവുക? കാരണം ദേ സ്റ്റിൽ ഫ്രണ്ട്സ്. അവർ പുറത്ത് പോകുമ്പോൾ അത് ബോയ്സിൻ്റെ ഇടയിൽ കേട്ടോ, ഗേൾസിൻ്റെ ഇടയിൽ പിന്നെ അത് ചിലപ്പോൾ കാലങ്ങളോളം മനസ്സിൽ വെച്ച് നടന്നു എന്ന് വരും, അത് വേറെ. അപ്പോൾ വാഴ കണ്ടപ്പോൾ എനിക്ക് അതിലിങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമായിരുന്നു. ഇത് കോളേജിൽ നടന്നു, NSSലെ പ്രീ ഡിഗ്രി 2 കൊല്ലം പഠിച്ചു എന്നുള്ളൂ, പിന്നെ കോൺവെൻറ്റ് കോളേജാണ് പോയത്. ഓക്കെ, അവിടെ ഇതുപോലെ ഉണ്ടായിരുന്നു മരത്തിൻ്റെ ചോട്ടിൽ സംസാരം, കോഴിയുടെ ചോട്ടിൽ, ക്യാൻറ്റീനിൽ ഇതുപോലെ പ്രിൻസിപ്പൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗ്രൗണ്ടിൽ അന്ന് SFI KSU ABVP ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്ന കാലമാണ്. ഇപ്പോഴും ഉണ്ട്, ഐ ഡോണ്ട് നോ, ഉണ്ടാവാം, റൈറ്റ്? പക്ഷെ ആ സമയത്ത് നല്ലതായിരുന്നു. അപ്പോൾ ഈ ആയുധങ്ങൾ വെച്ചിട്ട് വരലും കോളേജ് ഡേക്ക് അവിടെ അടി നടക്കലും ഒക്കെ നമ്മുടെ അങ്ങനെ കാണുന്നു. അടി മാത്രമല്ല, ഇൻക്ലൂഡിങ് ലൈക്ക് ടീച്ചേഴ്സിൻ്റെ കുറ്റം പറിച്ചിൽ, അതൊക്കെ നമ്മുടെ ആ കാലത്ത് നടന്നിട്ടുണ്ട്. ആസ് എ സ്റ്റുഡൻറ്റ് അത് കാണുമ്പോൾ കുഡ് റിലേറ്റ് ടു ഇറ്റ്. ആസ് എ പേരൻറ്റ് നൗ ഇതേപോലെ പ്രിൻസിപ്പൽസ് നമ്മളെ വിളിക്കുക, കണ്ട് ഈ കാര്യങ്ങൾ പറയുക, ആ കാര്യങ്ങൾ പറയുക. അപ്പോൾ ആ പേരൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ അതും റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പുറത്ത് പോയി ജോലി എടുക്കണു, വീട് വിട്ട് നിൽക്കണു എന്നുള്ളതും. സോ ഐ ഗെസ് എൻ്റെ ജനറേഷനിലുള്ളവർക്ക് വി കുഡ് ഐഡൻറ്റിഫൈ വിത്ത് ഈച്ച് സെഗ്മെൻറ്റ് ഓഫ് ഇറ്റ്, റൈറ്റ്? ഇപ്പോഴത്തെ ടീനേജേഴ്സിൻ്റെ ഒരു സെഗ്മെൻ്റ് ആയിരിക്കാം, പക്ഷെ നമ്മൾ 3 കഴിഞ്ഞ് വരണോണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തേലാവണോണ്ട് ദാറ്റ് മൂവി ഭയങ്കരമായിട്ട് നമുക്കത് അച്ഛനമ്മമാരായിട്ടുള്ള നമ്മുടെ ആ റിലേഷൻഷിപ്പ്, അതിൽ അച്ഛനും മക്കളുമായിട്ടുള്ള ബോയ്സായിട്ടുള്ള വളരെ കുറച്ച് സിനിമയിൽ നമ്മൾ ഇത്ര ഇൻറ്റൻസ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. സോ അതിനൊക്കെ വിപിൻ, ഹാറ്റ്സ് ഓഫ് ടു യു. ആൻഡ് പിന്നെ എനിക്കതിൽ അശ്വതിനെ നന്നായിട്ട് അറിയാം, കോസ്റ്റ്യൂം ഡിസൈനർ. ഷീ ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ, സ്വീറ്റോ പൈ. എൻ്റെ എല്ലാ സൽവാർസും സാരി ബ്ലൗസസ് ഒക്കെ ഞാൻ അശ്വതിയുടെ ബൊട്ടീക്കിലാണ് തുന്നിക്കുക. അതുകൊണ്ട് എനിക്ക് കുറേ കാലമായിട്ട് അറിയാം അശ്വതിനെ, ആൻഡ് ത്രൂ അശ്വതി വിപിനെയും. സോ ദേ ആർ എ വെരി ഹാർഡ് വർക്കിംഗ് കപ്പിൾ ആൻഡ് അത് ഇറ്റ് ഷോസ് ഇൻ ദ മൂവി. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലാകെ എനിക്ക് ഒരു ചെറിയൊരു ഡിസ്കണക്ട് തോന്നിയത് എവിടെ അറിയോ? ആ CD പ്ലെയർ കൊടുക്കുമ്പോൾ. അതിൻ്റെ കുറച്ച് മുമ്പേ കുട്ടികളുടെ അടുത്തൊക്കെ മൊബൈൽ ഫോൺ വെക്കാൻ വേണ്ടി പറയുമ്പോൾ അവരൊക്കെ പുതിയ മൊബൈൽ ഫോൺസ്